നമ്മൾ വിചാരിക്കും ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പും ഒരുപാട് ഹജ്ജുകളും ഒരുപാട് ഉംറകളും എല്ലാമായി പോയ നേരെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ അല്ലാഹു തആല സ്വർഗം കൊടുത്തപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ? എനിക്കങ്ങനെ ഔദാര്യമൊന്നും വേണ്ട, ഞാൻ ചെയ്ത ഇബാദത്തിന്റെ ഈ 1000 കൊല്ലം നിസ്കരിച്ചതിന്റെ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം എനിക്ക് തന്നാ മതി. അവസാനം എവിടുക്കാ പോയത്? അള്ളാന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക്. അള്ളാന്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും, സ്വലാത്തുകൾ ചൊല്ലുമ്പോഴും, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടക്കുമ്പോഴും, ജീവകാരുണ്യങ്ങൾ ചെയ്യുമ്പോഴും, എന്തിനൊക്കെ നമ്മൾ മുന്നോട്ട് പോകണോ അവിടൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. പിന്നെ പറഞ്ഞു ദുആയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട്. രണ്ടാമത് പറഞ്ഞു, ഒന്നാമത്തതിൽ രണ്ടാമത്തേതായിട്ട് പറഞ്ഞു കൊടുത്തത്, രണ്ടാമതായി പറഞ്ഞത് ദുആയാ. തന്നെ സ്വഹാബത്ത് ചോദിച്ചു, എപ്പോഴാണ് നിസ്കാരം കഴിഞ്ഞാലുടനെ അല്ലാഹുവിലേക്ക് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ ചോദിക്കുമോ? അല്ലാഹുവിന് വലിയ ഇഷ്ടമാ. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനത് കാരണമാണ്. നമുക്കൊക്കെ ഇനിയിപ്പോ റമളാൻ വരാൻ പോവാണ്. ഇപ്പൊ റജബായി, അടുത്ത ശഅബാനായി, കഴിഞ്ഞാൽ അടുത്ത റമളാൻ ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസം എന്ന് പറഞ്ഞ പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ. റമളാനിൽ 20 റക്അത്തൊക്കെ നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോ എന്റെ പൊന്നാര ഉപ്പമാരെ, ഹാവോ ആശ്വാസം, കഴിഞ്ഞല്ലോ. ചില ആളുകൾ എണ്ണം നോക്കും, ചില ആളുകൾ വലിയ സൂറത്തോതിയ എവിടെ എത്തിയെന്ന് അല്ലാഹു ഒരു പിടുത്തമില്ല. ചെറിയ സൂറത്താണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കും ഇത്ര റക്അത്തായിട്ടുണ്ടെന്ന് ആശ്വാസം പങ്കിടാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അല്ലേ? നിസ്കാരം കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ وإلى ربك فارغب. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടാനല്ല, മുട്ടിലെ പൊടി തട്ടി പോകാനല്ല പറഞ്ഞത്. ഫഇദാ ഫറഗ്ത, നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൻസബ്, ഉഷാറാകണം, ആക്റ്റീവ് ആകണം. വഇലാ റബ്ബിക ഫർഗബ്, ജീവിതത്തിന്റെ സങ്കടങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, എല്ലാ ആവലാദികളും വേവലാദികളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് ചോദിക്കണം അല്ലാഹ് പറയാൻ. പക്ഷെ നമുക്കാണ് സമയമില്ലാത്തത്. അപ്പൊ റബ്ബിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുന്നതിന്റെ കാരണത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാന്റെ പൊരുത്തവും. പിന്നെ പറഞ്ഞ അള്ളാഹുവിലേക്കുള്ള ദുആയുമാണ്. ഈ രണ്ടും നമുക്കുണ്ടോ? നമുക്ക് പുഞ്ചിരിച്ചു മരിക്കാൻ പറ്റുന്ന, ഞാനോ ബഹുമാനപ്പെട്ട ഉസ്താദോ ഒന്നും അല്ലേ പറയാ, അള്ളാന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത തോടരാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാന്റെ പ്രവാചകരോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവര് പറയാണ്, ഞാൻ ആവർത്തിച്ചു പറയുമ്പോ ആവർത്തന വിരക്തി എന്ന് പറയരുത്, മനസ്സിലാക്കാൻ പറയുന്ന ഒന്ന് പൊരുത്തമാണ്. പൊരുത്തം നേടാനുള്ള വഴി ഒന്നാമത്തത് സന്തോഷത്തിലൂടെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരലാണ്. രണ്ടാമത്തത് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വലാത്ത് ഒന്ന് കേൾക്കട്ടെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയോടുള്ള പിന്നെ എന്റെ ഉപ്പമാരെ, നമ്മൾ എങ്ങനെ ഇപ്പൊ സ്വലാത്ത് ഇല്ലാതിരിക്കുക? എല്ലാവരും സ്വർഗത്തിലേക്ക് പോവാണ്. സ്വർഗത്തിലേക്ക് പോയിട്ട് ഒരു മനുഷ്യന് പിന്നെ തിരിച്ചു വരൂല. പക്ഷെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിത്വമുണ്ട്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് അവസാനത്തെ ഒരാളും അവസാനത്തെ ഒരാൾക്കും വേണ്ടി ശഫാഅത്ത് പറയാൻ അല്ലേ? ദൂതരെ അങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിരേറെയെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, കാരുണ്യമാണേലും കാരുണ്യം തടയല്ല, ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ,
ഉരുകുവി പാപിത വേദയെന്നു കേൾക്കില്ലേ ഉലകിലിവൻ ചെയ്ത പാപം പൊറുകില്ലേ ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ ആശ മനസ്സുള്ളിൽ ഏറുന്നോ യാസീൻ നബിയേ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങളുടെ സ്വലാത്താണ് നമ്മുടെ ആവേശം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടണം, ഹബീബിനെ മുറുകെ പിടിക്കണം. ഒരുപാട് വിശദീകരിക്കേണ്ട, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ എന്റെ ബഹുമാനപ്പെട്ട എന്റെ തങ്ങളെ ഏൽപ്പിച്ച വിഷയം എനിക്കിവിടെ പറയാൻ പറ്റാതെ പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷയം കറക്റ്റായി പറഞ്ഞു വന്നപ്പോൾ രണ്ടാമത്തെ സ്നേഹം മദീനയുടെ മണിമുത്തിനോടാ. അതിനുശേഷം പറഞ്ഞു കൊടുത്തു ഇനി അല്ലാഹു ഹബീബും നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ സിദ്ദീഖ് തങ്ങൾ കൊണ്ടുവന്നൊരു വഴി കണ്ടോണം. അള്ളാന്റെ പൊരുത്തം നേടണം, ഹബീബിന്റെ പൊരുത്തം നേടണം. പിന്നെ പറഞ്ഞു ഈ രണ്ടുപേരുടെ പൊരുത്തം നേടണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നേടണം. അപ്പൊ നാലായി. ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നിങ്ങൾ നേടണം. ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോക്കിയിട്ടും എത്ര സ്വതക്ക ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവൂല. നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ഹബീബിനെ ഇഷ്ക വെച്ചുകൊണ്ട് കടന്നു വരുന്ന സ്വഹാബത്തെ നിങ്ങൾ പഠിക്കുമോ? ഉമ്മാനെ ബാപ്പാനെ വെറുപ്പിച്ചുകൊണ്ട് കടന്നു പോയാൽ നിബിധങ്ങൾ പോലും പറഞ്ഞ വാക്കം തന്നറിയോ? അനബരീ ഞാൻ അവനെ ഒഴിവാക്കിയെന്നാണ്. അകപ്പാടമുള്ള ശഫാഅത്ത് ഹബീബാണല്ലോ, അകപ്പാടമുള്ള പ്രതീക്ഷ മുത്തുനബിയാണല്ലോ. ഹബീബ് പോലും പറയുന്നു അവരെ വെറുത്തു പോയാലോ ബാപ്പയെ കുറ്റപ്പെടുത്തിയ പഠിച്ചവനെ നിന്റെ ഒരമരും അല്ലാഹുവിന് വേണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഖുലാ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരുന്ന ഒരു സ്വഹാബി മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് صليت صلوات الخمس وأديت الزكاة وصمت رمضان وقمت لياليا. ആരുടെ മുമ്പിലാണ് വരുന്നതെന്നറിയോ? മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത സർവ്വറേ ആലം സർക്കാരെ മുദസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ ഒരു വഖ്ത് നിസ്കാരം ഞാൻ മുടക്കിയിട്ടില്ല നബിയേ, ഒരു ളുഹർ മുടക്കിയിട്ടില്ല നബിയേ, ഒരു അസ്ർ മുടക്കിയിട്ടില്ല നബിയേ, ഒരു ഇശാ മുടക്കിയിട്ടില്ല നബിയേ. ഇങ്ങനെ എല്ലാ 5 വഖ്ത് നിസ്കാരവും നല്ലതുപോലെ മുറ പോലെ ചെയ്യുന്നുണ്ട് നബിയേ. വഅതൈതു എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വീടുന്നുണ്ട് നബിയേ. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് വരുന്നുണ്ടല്ലോ. പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ പവിത്രമായ റമളാൻ എന്ന് വന്ന നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വരുന്നുണ്ട് നബിയേ. പാതിരാത്രിയായാലോ നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറുന്നതിന് മുമ്പ് പടച്ചവന്റെ പള്ളിയിലേക്ക് വന്നിട്ട് നല്ലതുപോലെ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് നിസ്കരിക്കുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് സദഖ ചെയ്ത് സക്കാത്ത് കൊടുത്ത് ഇങ്ങനെ ഞാനങ്ങ് മരിച്ചാൽ എന്റെ വാസസ്ഥലം എവിടെയാ നബിയേ? അതായത് സ്വർഗമാണോ അതല്ല നരകമാണോ എന്നാണ് ചോദ്യം. ഉടൻ തന്നെ മദീനത്തിന്റെ മണിമുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന. അല്ലാഹുവിന്റെ ഹബീബിന്റെ
ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിമാര് കിടക്കുന്ന, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ സ്വാലിഹീങ്ങളായ ആളുകൾ കിടക്കുന്ന, സ്വർഗത്തിന്റെ വിരിപ്പിലൂടെ സന്തോഷത്തിൽ കടന്നു പോകും. കേട്ടപാട് ഈ ചെറുപ്പക്കാരൻ എന്ന് ചിരിച്ചുപോയി. ഉടൻ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ചിരിക്കണ്ട, മോനെ നിന്റെ ഉപ്പയെ വെറുപ്പിച്ചോ, നിന്റെ ഉമ്മയെ വെറുപ്പിച്ചോ. ബഹുമാനപ്പെട്ട ലിയാഖത്തുൽ തങ്ങള് ഇതുപോലെ സന്തോഷത്തോടെ നിങ്ങൾ വിളിക്കുമ്പോ ആവേശത്തോടെ ഒരു മടിയും കൂടാതെ ഏത് ജില്ലയിലാണെങ്കിലും ഓടി വരുന്നവരുണ്ടല്ലോ. ഇവിടെ വന്നപ്പോ തന്നെ എറണാകുളം ജില്ലയിലുള്ളവര്, കോട്ടയം ജില്ലയിലുള്ളവര്, അങ്ങനെ പല ജില്ലക്കാരും ഈ പരിശുദ്ധമായ മജ്‌ലിസിലുണ്ടല്ലോ. തങ്ങൾ വിളിക്കുമ്പോ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടുവരുന്നവരാ. എന്നാൽ ആ തങ്ങളുടെ വല്ലിപ്പയാ പറയുന്നത് അവരെ വെറുപ്പിച്ച, അല്ലാഹുവേ ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ചു പോയാലോ അല്ലാഹുവിന് നിങ്ങളുടെ നിസ്കാരം വേണ്ട, അല്ലാഹുവിന് നിങ്ങളുടെ നോമ്പ് വേണ്ട, അല്ലാഹുവിന് നിങ്ങളുടെ ഹജ്ജ് വേണ്ട. അവരോട് വഴക്കു പറയണ്ടല്ലോ, അവരെ കുറ്റപ്പെടുത്തണ്ടല്ലോ, അവരെ ആക്ഷേപിക്കണ്ടല്ലോ, അവരെ കളിയാക്കണ്ടല്ലോ. ഉമ്മയുടെ ബാപ്പയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയാ മതിയല്ലോ. ഇന്നവരെ ചെയ്തു പോയ സകലമായ ഇബാദത്തോ അല്ലാഹു പൊളിച്ചു കളയുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ റജബ് വന്നപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ചെറുപ്പക്കാരാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇന്നലെ പടച്ചവനെ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലിരുന്ന് കരഞ്ഞ നിന്റെ ഉപ്പ, ആ ഉപ്പാന്റെ സങ്കടത്തിനൊരു പരിഹാരം കണ്ടിട്ട് വാ. പിന്നെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞു വിടുമ്പോ നമ്മളും ഇതുപോലെ ദുആ ചെയ്തുവല്ലോ. പടച്ചവനെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, നിങ്ങളുടെ ഭൂകാലമായ റമളാനിൽ എത്തിക്കണമെന്ന്. എത്തിച്ചാൽ ഇബാദത്ത് ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നമുക്ക് തരണോ ഉപ്പമാരെ, അതിന്റെ പ്രതിഫലം നമുക്ക് തരണോ ചെറുപ്പക്കാരാ. നിസ്സാരം നമ്മുടെ വീടിന്റെ ഘട്ടത്തിലുള്ള ഉമ്മയുണ്ടല്ലോ, നമ്മുടെ ബാപ്പയുണ്ടല്ലോ, അവരുടെ പൊരുത്തം നേടാതെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രതിഫലമില്ല എന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. നമ്മളിവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ വിളിച്ചപ്പോ സ്നേഹത്തോടെ വന്നവരെ തങ്ങളുടെ വല്ലിപ്പ പറയാ, ഉമ്മാനെ വാപ്പാനെ വെറുപ്പിച്ച നിങ്ങളെ വേണ്ട ആകപ്പാടുള്ള പ്രതീക്ഷ അല്ലേ. خير النبي جل الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അകപ്പാടുള്ള പ്രതീക്ഷ മുസ്തഫായ നബി തങ്ങളാ. ആ ഹബീബ് പറയാ, അനബരി, ഞാൻ അവനെ ഒഴിവാക്കി. സ്വന്തം ഉമ്മയെ വാപ്പയെ വെറുപ്പിച്ചവരാരോ അവനെ ഒഴിവാക്കി ഇല്ലേ. ഈ കാലഘട്ടത്തില് എത്ര ഉമ്മമാര് വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ. ഞാൻ പല സ്ഥലത്തും പോകാറുണ്ട്, പല വൃദ്ധസദനങ്ങളിലും ഞാൻ പോകാറുണ്ട്. പോയിട്ട് അവിടുത്തെ ഉമ്മമാരോടൊക്കെ ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി കൊടുക്കും. അവർക്ക് ഭയങ്കര സന്തോഷം. ബഹുമാനപ്പെട്ട തങ്ങള് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, എന്നോട് പറയും ധാരാളം ഈ പാടണോ. അവരുടെയൊക്കെ ഒരു വാക്ക് മതി, പിന്നെ മതി, വലിയ സന്തോഷമാണ്. അതൊക്കെ വലിയ ഇജാസത്തുള്ള വാക്കല്ലേ. അള്ളാഹു നമുക്കൊക്കെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
ആമീൻ പറ. അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു തആല കൊടുക്കട്ടെ. ഈ ഇരിക്കണ പണ്ഡിതന്മാർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഇതിനപ്പുറം അവർക്കറിയും. പക്ഷേ ഒരു തങ്ങളെ ബഹുമാനിച്ചിട്ടും ഇൽമിന്റെ മജ്ലിസിനൊരു ബറക്കത്തുണ്ട്, അതിനുകൊണ്ട് വന്നവരാണ്. അള്ളാഹുവേ ഇവിടെ വന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ പടച്ചവനെ. എല്ലാ ആലിമീങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. സന്തോഷത്തിലും സമാധാനത്തിലുമാക്കണേ റഹ്മാനെ. എത്ര ഉമ്മമാരാണ് നമ്മളെ പൊന്നുപോലെ പോറ്റി വളർത്തിയ, നമ്മളെ സ്നേഹത്തോടെ എടുത്തു വളർത്തിയ എത്ര ഉമ്മമാര് വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ 10 മക്കളെ വളർത്തിയ ഒരു ഉമ്മ. ഒരു വീട്ടിൽ 10 മക്കളെ, ഒരു വീട്ടിന്റെ അകത്തട്ടിൽ ഒരു ഉമ്മയും ബാപ്പയും മക്കളെ എന്ന് പറഞ്ഞ് എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടിട്ട് നോക്കിയിട്ടുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള 10 മക്കൾക്ക് ഒരു ഉമ്മയെയും ബാപ്പയെയും നോക്കാൻ സമയമില്ല. അവരൊക്കെ വലിയ വലിയ നിലയിലായി. അവര് പറയും, ഉസ്താദെ ലക്ഷങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല, എന്റെ ഉമ്മ നിൽക്കുന്ന സ്ഥാപനം അവിടെയാ, അവിടുത്തെ എല്ലാ ഉമ്മമാരെ നോക്കുന്ന ഞാൻ. അതല്ല, ലോകത്തുള്ള മുഴുവൻ ഉമ്മമാരെ നിങ്ങൾ നോക്കിയാലും സ്വന്തം പെറ്റ ഉമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയിട്ട് നീ എന്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മക്കൾ എഞ്ചിനീയറാ, ഡോക്ടറാ, ഇല്ലേ, എല്ലാം വലിയ നിലയില അല്ലേ. 10 മാസം ചുമന്നോരും നിത്യ ക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മെ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ. ഉമ്മയും താരാട്ടു പാടി ൂടുറക്കത്തിന്നവതി പാതിരാവും പകലതാക്കി ഉമ്മയും പാടി നമ്മെ പാടി പാടി ഉറക്കിയ രാവുകൾ നീട്ടി കാണിക്കുന്നുണ്ടോ? സുദീഖിതങ്ങൾ പറഞ്ഞു, അല്ല സയ്യിദ് ഇബ്നു അസ്ലമേ, നിങ്ങൾ ഇപ്പോഴങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ഉടൻ തന്നെ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ 3 ദിവസമാണ് ആ ഒരു വേദനയിലും ആ ഒരു ദുഃഖത്തിലുമായി നിങ്ങൾ കഴിഞ്ഞുകൂടേണ്ടുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരെ ആരെയും പട്ടിണിക്കിടാത്ത കോലത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? നമ്മൾ 5-ാമത്തെ ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത്. 5-ാമത്തെ ദിവസമാണ് ഈ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണ്ടേ? ഈ ഒരൊറ്റ വാക്ക് കേട്ടപാട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹാബ നമുക്ക് ഇവിടെ നിന്ന് പോകാം സ്വഹാബ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സങ്കടപ്പെടാൻ പാടില്ലല്ലോ. ഹബീബിനോട് ഇഷ്ടവും സ്നേഹവും നമുക്കുണ്ട്. പക്ഷേ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നിന്ന് പോകണമല്ലോ എന്ന് പറയുന്ന സ്വഹാബത്ത് മുഴുവനും അനുസരിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുന്ന സമയം ഇതേ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയാ, തങ്ങളെ നമ്മളിവിടെ നിന്ന് പിരിയുകയാണല്ലോ, നമ്മളിവിടെ നിന്ന് പോവുകയാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും അവിടത്തെയുടെ പതിവരണ ചുമരുകളിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചിട്ട് പിരിയാമോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്വഹാബത്തിലേക്ക് നോക്കുകയാണ്. എവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്? ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ടല്ലോ തങ്ങളെ, എനിക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ പറയോ, ഈ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കും കഴിയില്ലല്ലോ. എന്നാൽ ഉസ്മാൻ നിങ്ങൾ പറയോ ഹബീബിനെ പറ്റിയിട്ട്? ഉസ്മാൻ നിങ്ങൾ പറഞ്ഞു, എനിക്കും കഴിയില്ലല്ലോ. എന്നാൽ അലിയെ നിങ്ങൾ പറയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്കും കഴിയില്ലല്ലോ തങ്ങളെ. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനയോടെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ
പരിശുദ്ധമായ റൗള ശരീഫിലുള്ള ഖബർ ശരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഹബീബേ, ആരും ഒന്നും പറയുന്നില്ലല്ലോ, എല്ലാവരും ഇവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. മദീനയുടെ മണിമുത്ത് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള വാക്കുകള് സ്വഹാബത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് നബിയേ. ഈ പാവപ്പെട്ട സുദ്ദീഖെന്ന് പറഞ്ഞോട്ടെ നബിയേ, എന്തെങ്കിലും അതമില്ലാത്തത് സംഭവിച്ചാൽ മാപ്പ് തരണേ നബിയേ എന്ന് പറഞ്ഞ് വേദനയോടെ സിദ്ദീഖ് കടന്നു വരികയാണ്. സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നു ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്തുകൾ അങ്ങ് ചൊല്ലുകയാ. ചൊല്ലിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, ഈ ദുനിയാവിന്റെ പുറത്തും എല്ലാവരും വിട പറഞ്ഞു പോകുമല്ലോ, പാപ്പയെ വിട്ടു പിരിയുമല്ലോ, ഉമ്മയെ വിട്ടു പിരിയുമല്ലോ, സഹോദരങ്ങളെ വിട്ടു പിരിയുമല്ലോ, ഭാര്യയെ വിട്ട് ഭർത്താവിനെ വിട്ട് കൂട്ടുകുടുംബാദികളെ വിട്ട് പിരിയുമല്ലോ. അങ്ങനെ പിരിയുന്ന ഒരു സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ സ്വഹാബ? സ്വഹാബത്ത് പറഞ്ഞ് അങ്ങനെ ആഗ്രഹമില്ലാതിരിക്കുമോ? അങ്ങനെ ആഗ്രഹമില്ലാതിരിക്കുമോ? എന്നാ നിങ്ങൾ 4 പേരോട് മഹബ്ബത്ത് കൊടുക്കൂ, 4 കൂട്ടരോട് നിങ്ങൾ സ്നേഹം കൊടുക്കൂ. എന്നാൽ നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാം, നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാം. ഉപ്പമാരെ, പെങ്ങളെ, ദുനിയാവിന്റെ പുറത്ത് ഒരിക്കൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടല്ലോ, ഇനി ഉറപ്പാണ് നമുക്ക് മരണമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമത്തെ മഹബ്ബത്ത് ആരോടാണ്? അല്ലാഹ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട്. ഉടൻ തന്നെ ജാബിർ തങ്ങൾ ചോദിച്ചു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ഇവിടെ എങ്ങനെയാണ് പടച്ചവനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞത്? ആ സമയം അവിടെ ഒന്നും പറയാതെ, വേറെ ഒന്നും പറയാതെ 2 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തത് പടച്ചവനെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത് പടച്ചവന്റെ സ്വർഗമല്ല, മറിച്ച് റബ്ബിന്റെ പൊരുത്തമാണ്. രണ്ടാമത്തത് ദുആയാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ളവർ എപ്പോഴും അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ആ ദുആ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അല്ലാഹുവിന് അവരോട് വലിയ ഇഷ്ടമാണ്. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ, അതുകൊണ്ട് പടച്ചവന്റെ പൊരുത്തം നിങ്ങൾ നേടാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാം. 4 കൂട്ടരോട് നിങ്ങൾ സ്നേഹം കൊടുക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് എത്തണ ഒരുപാട് സമയമില്ല, എന്നാലും പറഞ്ഞു പോവാൻ. അതിൽപ്പെട്ട ഒന്ന് അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്, റബ്ബിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ 2 കാര്യം പറഞ്ഞത്. ഒന്നാമത്തത് പടച്ചവന്റെ റിളാ ആണ്, അള്ളാന്റെ പൊരുത്താണ്. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നടക്കുകയാണ്. കുറെ ആളുകൾ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് കടന്നു ഓടുകയാ. അവരോട് ഈസാ നബി ചോദിച്ചു, അല്ല എന്ത് കോലമായത്? ശരീരം മുഴുവനും മെലിഞ്ഞു വെട്ടിപ്പോയ കുറെ ആളുകൾ ഇബാദത്ത് ചെയ്യുന്നവരെ കണ്ട് ചോദിച്ചു, എന്തേ ഇങ്ങനെ മെലിഞ്ഞുട്ടിപ്പോയത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? അവര് പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാണല്ലോ. അത് മാത്രവുമല്ല, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ ബീഭത്സകരമായ രൂപമോർത്തുകൊണ്ട് കരഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് കടക്കുകയാ. അടുത്ത കുറെ ആളുകളെ കാണുന്നുണ്ട്, അവരിതുപോലെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? അവര് പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിനാ, അല്ലാഹുവിന്റെ ഔന്നത്യമാർന്ന സന്തോഷം
സന്തോഷം നിറഞ്ഞ അനുരാഗത്തിന്റെ സ്നേഹപ്രപഞ്ചത്തിന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോ ഈസാ നബി അവരോട് പറഞ്ഞു, അന്തും ഔലിയാഉലില്ല, നിങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്, നിങ്ങളാണ് പടച്ചവന്റെ ഔലിയാക്കള്. കാരണം നിങ്ങൾ സ്വർഗത്തിന് വേണ്ടിയല്ല നിസ്കരിച്ചത്, സ്വർഗത്തിന് വേണ്ടിയല്ല നോമ്പ് നോറ്റത്, സ്വർഗത്തിന് വേണ്ടിയല്ല ഇബാദത്ത് ചെയ്തത്, നരകത്തെ പേടിച്ചിട്ടുമല്ല നിങ്ങൾ നിസ്കരിച്ചത്, മറിച്ചു നിങ്ങൾ പടച്ചവന്റെ പൊരുത്തത്തിനാണല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ ഈസാ നബി പറയാ, സ്വർഗത്തെ അല്ലാഹു പടച്ചതാ, നരകത്തെ അല്ലാഹു പടച്ചതാ, ഭൂമിയെ അല്ലാഹു പടച്ചതുപോലെ, ആകാശത്തെ അല്ലാഹു പടച്ചതുപോലെ, മനുഷ്യനെ അല്ലാഹു പടച്ചതുപോലെ സ്വർഗത്തെയും നരകത്തെയും അല്ലാഹു പടച്ചതാണ്. അത് രണ്ടും പടച്ചവന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ആ സൃഷ്ടികൾക്ക് വേണ്ടി അല്ല നിങ്ങൾ അമൽ ചെയ്യേണ്ടുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഈസാ നബി വ്യക്തമാക്കുകയാണ്, സ്വർഗവും നരകവും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, നമ്മളെ പടച്ചതുപോലത്തെ പടപ്പുകളാണ്. പടപ്പിന് വേണ്ടിയാകരുതേ നിങ്ങളുടെ ഒരു പ്രവർത്തനവും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണേ. ഒരുപാട് നിസ്കാരവും ഒരുപാട് ഒരുപാട് ഹജ്ജുകളും ഒരുപാട് ഉംറകളും എല്ലാമായി പോയ നേരെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ അല്ലാഹു തആല സ്വർഗം കൊടുത്തപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ, എനിക്കങ്ങനെ ഔദാര്യമൊന്നും വേണ്ട, ഞാൻ ചെയ്ത ഇബാദത്തിന്റെ ഈ 1000 കൊല്ലം നിസ്കരിച്ചതിന്റെ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം എനിക്ക് തന്നാ മതി. അവസാനം എവിടുക്കാ പോയത്? അള്ളാന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക്. അള്ളാന്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും, സ്വലാത്തുകൾ ചൊല്ലുമ്പോഴും, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടക്കുമ്പോഴും, ജീവകാരുണ്യങ്ങൾ ചെയ്യുമ്പോഴും, എന്തിനൊക്കെ നമ്മൾ മുന്നോട്ട് പോകണോ അവിടൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. പിന്നെ പറഞ്ഞു ദുആയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട്. രണ്ടാമത് പറഞ്ഞു, ഒന്നാമത്തതിൽ രണ്ടാമത്തേതായിട്ട് പറഞ്ഞു കൊടുത്തത്, രണ്ടാമതായി പറഞ്ഞത് ദുആയ. തന്നെ സ്വഹാബത്ത് ചോദിച്ചു, എപ്പോഴാണ് നിസ്കാരം കഴിഞ്ഞാലുടനെ അല്ലാഹുവിലേക്ക് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ ചോദിക്കുമോ? അല്ലാഹുവിന് വലിയ ഇഷ്ടമാ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനത് കാരണമാണ്. നമുക്കൊക്കെ ഇനിയിപ്പോ റമളാൻ വരാൻ പോവാൻ, ഇപ്പൊ റജബായി, അടുത്ത ശഅബാനായി, കഴിഞ്ഞാൽ അടുത്ത റമളാൻ ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസം എന്ന് പറഞ്ഞ പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ. റമളാനിൽ 20 റക്അത്തൊക്കെ നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോ എന്റെ പൊന്നാര ഉപ്പമാരെ, ഹാവൂ ആശ്വാസം, കഴിഞ്ഞല്ലോ. ചില ആളുകൾ എണ്ണം നോക്കും, ചില ആളുകൾ വലിയ സൂറത്തോതിയ എവിടെ എത്തിയെന്ന് അല്ലാഹു ഒരു പിടുത്തമില്ല. ചെറിയ സൂറത്താണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കും, ഇത്ര റക്അത്തായിട്ടുണ്ടെന്ന് ആശ്വാസം പങ്കിടാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അല്ലേ? നിസ്കാരം കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ فرغت فانصب وإلى ربك فارغب. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടാനല്ല, മുട്ടിലെ പൊടി തട്ടി പോകാനല്ല പറഞ്ഞത്. ഫഇദാ ഫറഗ്ത, നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൻസബ്, ഉഷാറാകണം, ആക്റ്റീവ് ആകണം. വഇലാ റബ്ബിക ഫർഗബ്, ജീവിതത്തിന്റെ സങ്കടങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, എല്ലാ ആവലാദികളും വേവലാദികളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് ചോദിക്കണം അല്ലാഹു പറയാൻ. പക്ഷെ നമുക്കാണ് സമയമില്ലാത്തത്. അപ്പൊ റബ്ബിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുന്നതിന്റെ കാരണത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാന്റെ പൊരുത്തവും. പിന്നെ പറഞ്ഞ അള്ളാഹുവിലേക്കുള്ള ദുആയുമാണ്. ഈ രണ്ടും നമുക്കുണ്ടോ? നമുക്ക് പുഞ്ചിരിച്ചു മരിക്കാൻ പറ്റുന്ന, ഞാനോ ബഹുമാനപ്പെട്ട ഉസ്താദോ ഒന്നും അല്ലേ പറയാ, അള്ളാന്റെ ഹബീബിന്റെ ഏറ്റവും അടുത്ത തോടരാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാന്റെ പ്രവാചകരോടുള്ള മഹബത്ത്
മഹബ്ബത്താ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താ. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവര് പറയാണ്, ഞാൻ ആവർത്തിച്ചു പറയുമ്പോ ആവർത്തന വിരക്തി എന്ന് പറയരുത്, മനസ്സിലാക്കാൻ പറയുന്ന ഒന്ന് പൊരുത്തമാണ്. പൊരുത്തം നേടാനുള്ള വഴി ഒന്നാമത്തത് സന്തോഷത്തിലൂടെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരലാണ്. രണ്ടാമത്തത് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വലാത്തൊന്ന് കേൾക്കട്ടെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത നബിയോടുള്ള പിന്നെ എന്റെ ഉപ്പമാരെ നമ്മൾ എങ്ങനെ ഇപ്പൊ സ്വലാത്ത് ഇല്ലാതിരിക്കുക? എല്ലാവരും സ്വർഗത്തിലേക്ക് പോവാണ്. സ്വർഗത്തിലേക്ക് പോയിട്ട് ഒരു മനുഷ്യന് പിന്നെ തിരിച്ചു വരൂല. പക്ഷെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിത്വമുണ്ട്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് അവസാനത്തവരാളും അവസാനത്തവരാക്കും വേണ്ടി ശഫാഅത്ത് പറയാൻ അല്ലേ? ദൂതരെ അങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെ എങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല. കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല. കാരുണ്യമാണേലും കാരുണ്യം തടയല്ല. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ. ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ. ഒരു കുടി പാപിത വ്യതയെന്നു കേൾക്കില്ലേ. ഉലകിലിവൻ ചെയ്ത പാപം പൊറുപൊറില്ലേ. താഹാ നബിയേ കനവിലു വരുമോ നിധിയേ. കനവിലു വരുമോ നിധിയേ. ആശ മനസ്സുള്ളിലേറുന്നോ യാസീൻ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപ്പമാരെ നിങ്ങളുടെ സ്വലാത്താണ് നമ്മുടെ ആവേശം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടണം. ഹബീബിനെ മുറുകെ പിടിക്കണം. ഒരുപാട് വിശദീകരിക്കേണ്ട, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ എന്റെ ബഹുമാനപ്പെട്ട എന്റെ തങ്ങളെ ഏൽപ്പിച്ച വിഷയം എനിക്കിവിടെ പറയാൻ പറ്റാതെ പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷയം കറക്റ്റായി പറഞ്ഞു വന്നപ്പോൾ രണ്ടാമത്തെ സ്നേഹം മദീനയുടെ മണിമുത്തിനോടാ. അതിനുശേഷം പറഞ്ഞു കൊടുത്തു ഇനി അല്ലാഹു ഹബീബും നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ സിദ്ദീഖ് തങ്ങൾ കൊണ്ടുവന്നൊരു വഴി കണ്ടോണം. അള്ളാന്റെ പൊരുത്തം നേടണം, ഹബീബിന്റെ പൊരുത്തം നേടണം. പിന്നെ പറഞ്ഞു, ഈ രണ്ടുപേരുടെ പൊരുത്തം നേടണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നേടണം. അപ്പൊ നാലായി. ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നിങ്ങൾ നേടണം.